Hi all, welcome back for another video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിറ്റ്കോയിൻ ഈസ് റിയലി എക്സ്പെൻസീവ്. ബിറ്റ്കോയിൻ ഇപ്പോൾ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1 കോടിക്കടുത്ത് ഒരു ബിറ്റ്കോയിൻ്റെ വില എത്തി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ലേറ്റ് ആയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനിയും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഓൾ ടൈം ഹൈ അടിച്ചു എന്നൊക്കെ പറയുന്ന ഈ ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ ടോട്ടൽ ഗ്ലോബൽ വെൽത്ത് എന്ന് പറയുന്നത് 900 ട്രില്യൺ പ്ലസ് ആണ് ടോട്ടൽ ഗ്ലോബൽ വെൽത്ത്. അതിൽ ബിറ്റ്കോയിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ ടൈനി ഫ്രാക്ഷൻ. നമ്മൾ ടോട്ടൽ ഗ്ലോബൽ വെൽത്ത് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ മൂലക്ക് കാണുന്ന ഒരു ചെറിയ പൊട്ട് മാത്രമാണ് ഇപ്പോഴും ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. ഗ്ലോബൽ വെൽത്ത് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വെറും 0.23% മാത്രമാണ് ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിറ്റ്കോയിൻ എന്ന് പറയുമ്പോൾ മറ്റുള്ള എല്ലാ അസറ്റ് ക്ലാസ്സിനേക്കാളും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു അസറ്റാണ് ബിറ്റ്കോയിൻ. അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ തന്നെ മറ്റുള്ള അസറ്റുകളിൽ ഇപ്പം തന്നെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വളരെ വൈകാതെ തന്നെ മറ്റുള്ള അസറ്റ് ക്ലാസ്സുകളിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു ഫ്ലോ, ഒരു ക്യാപിറ്റൽ ഫ്ലോ എന്ന് പറയുന്നത് ബിറ്റ്കോയിനിലേക്ക് ഉണ്ടാവും. മൈക്കൽ സെയ്ലറിൻ്റെ ഒക്കെ പ്രഡിക്ഷൻ പ്രകാരം 2045 ബേസ് കേസ് സിനാരിയോയിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ്, ഒരു ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $13 മില്യൺ ആവും എന്നാണ് പറയുന്നത്. അത് ബുൾ കേസ് സിനാരിയോ ആവുകയാണെങ്കിൽ $49 മില്യൺ വരെ ഒരു സിംഗിൾ ബിറ്റ്കോയിൻ പ്രൈസ് പോകും. ആ സമയത്ത് ബിറ്റ്കോയിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 280 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആയിട്ട് ബിറ്റ്കോയിൻ മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും വളരെ ഏർലി ആണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ബിറ്റ്കോയിനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും വളരെ ഏർലി ആണ് എന്ന് പറയാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, നമുക്കറിയാം US ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുമ്പോൾ ബിറ്റ്കോയിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിപ്റ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. നമുക്കറിയാം അദ്ദേഹം ഇലക്ഷന് മുമ്പ് ക്യാമ്പയിനിൽ വന്നിട്ട് ബിറ്റ്കോയിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ പലതും അദ്ദേഹം നടപ്പിലാക്കാൻ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെന്റ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ SEC ചെയർമാൻ പോസ്റ്റിലേക്ക് അദ്ദേഹം നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ആളെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒക്കെ ബിറ്റ്കോയിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ്. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് US-നെ ബിറ്റ്കോയിൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്രിപ്റ്റോ ക്യാപിറ്റലായിട്ട് മാറ്റും എന്നാണ്. അതായത് ക്രിപ്റ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് ഓപ്പറേഷൻ ചെക്ക് പോയിന്റിനെയൊക്കെ എടുത്തു കളഞ്ഞ് US-നെ ഒരു ബിറ്റ്കോയിൻ ഫ്രണ്ട്ലി കൺട്രി ആക്കി മാറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റിൽ വി ആർ വെരി ഏർലി എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇപ്പോഴും സ്റ്റിൽ ഏർലി ആണെന്ന് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ കോർപ്പറേറ്റ് അഡോപ്ഷൻ വലിയ രീതിയിൽ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 2020 മൈക്രോ സ്ട്രാറ്റജി എന്ന് പറയുന്ന കമ്പനി ആദ്യമായി ബിറ്റ്കോയിൻ വാങ്ങുന്നത്. അതിനുശേഷം അവരുടെ പെർഫോമൻസ് ഇപ്പോൾ ഏകദേശം 4,39,000 ബിറ്റ്കോയിൻ ആണ് അവരുടെ കയ്യിലുള്ളത്. ഈ ബിറ്റ്കോയിൻ സ്റ്റാൻഡേർഡ് അവർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, അവരുടെ ബിറ്റ്കോയിൻ സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവരുടെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ S&P 500-ലുള്ള എല്ലാ കമ്പനീനെയും ഔട്ട് പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഈ ഒരു പാറ്റേൺ മറ്റുള്ള കമ്പനികളും ഇപ്പോൾ മാരത്തോൺ ഡിജിറ്റൽ ആയാലും അതുപോലെ തന്നെ മറ്റ് കമ്പനികളൊക്കെ, പുതിയ കമ്പനികളൊക്കെ, സെമിലർ സയൻറ്റിഫിക് പോലത്തെ കമ്പനികളൊക്കെ അവർ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ US-ലെ മാത്രമല്ല ജപ്പാനിലെയും അതുപോലെ തന്നെ ഈവൻ ഈ അടുത്തായി ഒരു ഇന്ത്യൻ കമ്പനി പോലും ബിറ്റ്കോയിൻ സ്റ്റാൻഡേർഡിലേക്ക് അല്ലെങ്കിൽ ബിറ്റ്കോയിൻ വാങ്ങിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ബിറ്റ്കോയിൻ അഡോപ്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് $1 ട്രില്യൺ കമ്പനീസിൽ ഇപ്പോൾ ടെസ്ല മാത്രമാണ് ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നത്. വളരെ വൈകാതെ തന്നെ മറ്റ് കമ്പനികൾ, ആമസോൺ, അതുപോലെ മെറ്റ, ആപ്പിൾ തുടങ്ങിയ കമ്പനികളൊക്കെ ഈ ഒരു ബിറ്റ്കോയിൻ ട്രഷറി സ്ട്രാറ്റജിയിലേക്ക് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്രത്തോളം മുകളിലോട്ട് പോകും എന്ന് നമുക്കിപ്പോൾ ചിന്തിക്കാവുന്നതിനൊക്കെ ഒരുപാട് അപ്പുറത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇപ്പോഴും വളരെ ഏർലി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ സ്റ്റിൽ ഏർലി ആണ് എന്ന് നമ്മൾ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പല രാജ്യങ്ങളും അവരുടെ സ്ട്രാറ്റജിക് റിസർവ് അസറ്റായിട്ട് ബിറ്റ്കോയിനെ പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം എൽ സാൽവഡോർ എന്ന് പറയുന്ന രാജ്യമൊക്കെ ഓൾറെഡി ബിറ്റ്കോയിനെ ലീഗൽ ടെൻഡറായിട്ട് അംഗീകരിച്ചു. നമ്മൾ ഭൂട്ടാൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ 1 ബില്യൺ വർത്ത് ഓഫ് ബിറ്റ്കോയിൻ അവർ ഹോൾഡ് ചെയ്യുന്ന കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല റൂമേഴ്സും സ്പ്രെഡ് ചെയ്യുന്ന UAE പോലത്തെ രാജ്യങ്ങൾ 3 ലക്ഷത്തിലധികം ബിറ്റ്കോയിൻ അവരെ കയ്യിൽ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്വിറ്ററിലൂടെയും മറ്റുമൊക്കെ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒമാൻ ബിറ്റ്കോയിൻ ഓൾറെഡി മൈൻ ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളും ബിറ്റ്കോയിൻ മൈൻ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ചൈനയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ സുപ്രീം കോർട്ട് തന്നെ അവരെ ബിറ്റ്കോയിൻ ബാൻ എടുത്തു മാറ്റി. റഷ്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ നവംബറിൽ തന്നെ അവരുടെ ബിറ്റ്കോയിൻ മൈനിങ്ങിൻ്റെ ബാനൊക്കെ എടുത്തു മാറ്റി. ഈവൻ പുടിൻ വരെ ബിറ്റ്കോയിൻ ആർക്കും തടയാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യം മാത്രമാണ്. US-ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ സെനറ്റർ ഓൾറെഡി ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 1 മില്യൺ ബിറ്റ്കോയിൻ US
അക്വയർ ചെയ്യണം എന്നാണ് ഈ ഒരു ബില്ലിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത്. ഓരോ വർഷവും 2 ലക്ഷത്തോളം ബിറ്റ് കോയിൻ വാങ്ങിക്കുക. ഇപ്പോൾ നമുക്കറിയാം റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ഇപ്പോൾ US അധികാരത്തിൽ വരാൻ പോകുന്നത് 2025. ഓൾറെഡി അവർക്ക് നല്ല മെജോറിറ്റി സെനറ്റിലും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബില്ലൊക്കെ പാസ്സാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പല റൂമേഴ്സും സ്പ്രെഡ് ചെയ്യുന്നത് ട്രംപിൻ്റെ ഡേ 1 തന്നെ ബിറ്റ് കോയിനെ ഒരു സ്ട്രാറ്റജിക് റിസർവ് അസറ്റായിട്ട് പ്രഖ്യാപിക്കും എന്നൊക്കെയാണ് റൂമേഴ്സ് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഇപ്പോഴും നമ്മൾ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ലേറ്റ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്റി ബിറ്റ് കോയിനിലേക്ക് എത്രയാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തുടങ്ങാൻ പറ്റുക ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഓരോ മന്തിലും ഒരു SIP പോലെ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഡോളർ കോസ്റ്റ് ആവറേജ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അല്ലാതെ നമ്മൾ ബിറ്റ് കോയിനിൽ ഇത്രയും പ്രൈസ് കൂടി എന്നിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാതെ മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റാലി വലിയ രീതിയിൽ മിസ്സാവും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളെ ബിറ്റ് കോയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ബിറ്റ് കോയിനെ കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ലേറ്റ് ആയോ എന്ന് ചിന്തിക്കുന്ന ആളുകളോട് പറയാനുള്ള ഒരു കോട്ട് എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ ഹാസ് നോ ടോപ്പ് ബിക്കോസ് ഫിയറ്റ് ഹാസ് നോ ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയറ്റ് കറൻസി എത്രത്തോളം പ്രിന്റ് ചെയ്യുന്നു അത്രത്തോളം ബിറ്റ് കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ $10,000 സമയത്ത് ഇൻവെസ്റ്റ് ചെയ്താലും $1,00,000 സമയത്ത് ഇൻവെസ്റ്റ് ചെയ്താലും ബിറ്റ് കോയിൻ്റെ പ്രൈസ് നാളെയും ഇതിലേക്ക് മുകളിലേക്ക് അല്ലാതെ താഴോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഷോർട്ട് ടേമിൽ താഴോട്ട് പോയിരിക്കാം, പക്ഷേ ലോങ് ടേമിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് അപ്രീഷിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ മന്തിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്ര എമൗണ്ട് ബിറ്റ് കോയിനിൽ ഡോളർ കോസ്റ്റ് ആവറേജ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാവും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലാതെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇത്രത്തോളം ആയി എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണെങ്കിൽ ഇതേ നിങ്ങൾക്ക് മുന്നിൽ പറയാനുള്ളൂ, പിക്ചർ അബി ബാക്കി ഹേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.